Hello everyone. In the last few classes we learned a method to find the real root of the equation f of x is equal to 0. f of x is equal to 0 എന്നുള്ള ഇക്വേഷൻസിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് 3 ക്ലാസ്സസ് വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല മെത്തേഡുകൾ നമ്മൾ കണ്ടു. റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഇക്വേഷൻസ്, ബൈസെക്ഷൻ മെത്തേഡ്, റെഗുലർ ഫോൾസി മെത്തേഡ്, അല്ലെങ്കിൽ ഇന്റർപോളേഷൻ മെത്തേഡ് എക്സെട്ര. റൈറ്റ്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ഒരു പുതിയ മെത്തേഡ് തന്നെ പഠിക്കാൻ പോവാണ്. ടു ഫൈൻഡ് ദ റിയൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ദ ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ്. Newton-Raphson method. Okay, before going to this method, നമുക്ക് മറ്റുള്ള മെത്തേഡുകളുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് the root of the equation, നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ we will find two values a and b. Choose two values a and b such that എന്തായിരിക്കും f of a യും f of b യും എന്തായിരിക്കും are of opposite sign. രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ റൂട്ട് എവിടെ കിടക്കും? എക്കും ബിക്കും കിടക്കും. ആ ഇടയ്ക്ക് കിടക്കുന്ന ഒരു വാല്യൂവിനെ നമ്മുടെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഫൈൻ. ഇപ്പോൾ ഇതാദ്യം നമ്മുടെ മനസ്സിൽ വെക്കുക. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് എന്താണെന്ന് നോക്കാം. വാട്ട് ഇസ് എ ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ്? അപ്പം ഈ ബൈസെക്ഷൻ മെത്തേഡിലായാലും റെഗുലർ ഫോൾസി മെത്തേഡിലായാലും ഒരു ഐട്രേറ്റീവ് ഫോർമുല ഉണ്ടായിരുന്നു. ഏതായിരുന്നു? നമ്മുടെ ബൈസെക്ഷൻ മെത്തേഡ് എന്തായിരുന്നു? a+b/2 ആയിരുന്നു. റൈറ്റ്. രണ്ടാമത്തെ പഠിച്ച റെഗുലർ ഫോൾസി മെത്തേഡിലാണെങ്കിലോ വാട്ട് ഈസ് ഇറ്റ്? a ഇൻറ്റു f of b minus b into f of a divided by f of b minus f of a. This was the iterative formula for regular Cauchy method. അതുപോലെ തന്നെ ന്യൂട്ടൺ മെത്തേഡിനും അതുപോലെ ഒരു iterative formula ഉണ്ട്. The iterative formula is given by xn plus 1 is equal to xn minus f of xn divided by f dash of xn. This is the first iterative. This is the iterative formula for using for Newton-Raphson method. അതിൽ f of xn എന്താണെന്ന് നമുക്കറിയാം. f dash എന്ന് പറഞ്ഞാൽ f ന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് n-ന് 0 കൊടുക്കുക. n-ന് 0 കൊടുക്കുമ്പോൾ എന്താണ്? we will get, what will we get? x1 is equal to x0 minus f of x0 divided by f dash of x0. Right. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷൻ മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫോർമുലയിൽ നോക്കിയാൽ നമുക്ക് എന്ത് വേണം? x0 വേണം. റൈറ്റ്. ഓക്കെ, അതിന് പോണേ നമുക്ക് ഇതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാം. ജോമെട്രിക്കലി സി, ഇതൊരു ഗ്രാഫാണ്. y is equal to f of x എന്നുള്ള ഗ്രാഫ്. ദിസ് ഈസ് y is equal to f of x എന്നുള്ള ഗ്രാഫ് വരച്ചു. And this is xn എന്നുള്ള പോയിന്റ്. This is xn and this point on this curve is xn f of xn. എന്ന് വെച്ചാൽ എന്ത് ഐട്രേഷനിൽ നിൽക്കുവാണെങ്കിൽ ആ പോയിന്റിൽ ഇഫ് യു ഡ്രോ എ ടാൻജൻറ്റ്, ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജൻറ്റും എക്സ് ആക്സിസും ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അടുത്ത ഐട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി നോക്കുക, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ xn+1 എന്ത് ചെയ്യണം? നമ്മൾ xn+1 ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. xn+1 ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ അതെന്ത് ചെയ്യും? വീണ്ടും ഇവിടെ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. അതായിരിക്കും നമ്മുടെ അടുത്ത ഐട്രേഷൻ പോയിന്റ്. അപ്പം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ ടാൻജൻറ്റ് നീങ്ങി എവിടെ വന്ന് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂവിനെ കൂട്ടിമുട്ടുന്നത് കാണാം. ദിസ് പോയിന്റ്, what is this point? This is the root. അതെന്താ റൂട്ട് ആവാൻ കാര്യമുണ്ട്? what is the root of an equation? root of an equation is the point where the function passes the x-axis. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഫംഗ്ഷൻ f of x 0 ആവുന്ന പോയിന്റ് ആണല്ലോ ഓഫ് കോഴ്സ് എന്ത് പറയുന്നത്? നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ ആരെ പാസ് ചെയ്ത് പോകണം? നമ്മുടെ x-axis പാസ് ചെയ്ത് പോകണം. ഓക്കെ, ദിസ് ഇസ് ദ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വാട്ട്? ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ്. നൗ let us move on to a problem. Question idana, find the positive root of the equation x raised to 4 minus x is equal to 10 using Newton-Raphson method. So of course നമ്മുടെ
അൽഗോരിതം ഓർത്തോളുക. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനെ റീറൈറ്റ് ചെയ്ത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എഴുതി എഫ് ഓഫ് എക്സ് ഐഡന്റിഫൈ ചെയ്യണം. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് റേസ് ടു 4 മൈനസ് എക്സ് മൈനസ് 10 is equal to 0. Therefore f of x is equal to what? f of x എന്ത് കിട്ടി? x raised to 4 minus x minus 10. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓവറായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർവെൽ ഇൻ വിച്ച് റൂട്ട് ലൈസ്, റൂട്ട് എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. അതെന്താണ്? പണ്ടത്തെ പ്രൊസീജിയർ തന്നെയാണ്. എന്ത് ചെയ്യണം? എഫ് ഓഫ് ആർബിട്രറി വാല്യൂസ് കൊടുത്തു കഴിഞ്ഞ് എഫ് എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഓക്കെ ഫൈൻ, എഫ് ഓഫ് 1 കൊടുത്തു നോക്കാം. എഫ് ഓഫ് 1 കൊടുക്കുമ്പോൾ എത്ര കിട്ടി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് -10, ദാറ്റ് ഈസ് നെഗറ്റീവ്. എഫ് ഓഫ് 2 കൊടുത്തു നോക്കാം. എഫ് ഓഫ് 2 കൊടുക്കുമ്പോൾ 2 raised to 4 minus 2 minus 10 which is equal to 4. Yes, നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് റൂട്ട് കിട്ടി. കാര്യം എന്താ വെച്ചാൽ എഫ് ഓഫ് 1 ഈസ് നെഗറ്റീവ് ആൻഡ് എഫ് ഓഫ് 2 ഈസ് പോസിറ്റീവ്. Therefore the root lies between 1 and 2. ആ റൂട്ടിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? എക്സ് നോട്ട് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് നോട്ട് എടുക്കാനായിട്ട് പെർട്ടിക്കുലർ ഫോർമുലാസ് ഒന്നുമില്ല. എക്സ് നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? x1 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി എക്സ് നോട്ട് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്നാണ് അടുത്ത ചോദ്യം. ഹൗ വിൽ യു ഫൈൻഡ് എക്സ് നോട്ട്? എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈ ഇന്റർവെലിനകത്തുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എന്തെടുക്കാം? എക്സ് നോട്ട് ആയിട്ട് എടുക്കാം. യാതൊരു പ്രൊസീജിയറോ ഒന്നുമില്ല. യു ക്യാൻ ടേക്ക് വാട്ട് എവർ വാല്യൂ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ 1 and 2. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് നോട്ടിനെ എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ എക്സ് നോട്ടിനെ എന്തായിട്ട് എടുക്കാം? 2 ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ എക്സ് നോട്ടിനെ എന്തായിട്ട് എടുക്കാം? നടുക്ക് പോയിന്റ് 1.5 ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ 1.6 എടുക്കാം, 1.9 എടുക്കാം. ഡസൻ മാറ്റർ. നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. പക്ഷേ വാല്യൂ എടുക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ച് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ദ പ്രോബ്ലം ഈസ് ദാറ്റ് നമുക്ക് സൊല്യൂഷൻ ഒരിക്കലും എത്തത്തില്ല. എങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുമെന്നായി ചോദ്യം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എൻ പോയിന്റ്സ് എടുക്കുന്ന കേസ് ഉപയോഗിക്കാം. അപ്പോൾ 2 കേസ്, എൻ പോയിന്റ്സിൻ്റെ കേസ് മാത്രം ഇവിടെ കൺസിഡർ ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ എക്സ് നോട്ടിനെ 1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എക്സ് നോട്ടിനെ എന്തായിട്ട് എടുക്കാം? 2 ആയിട്ട് എടുക്കാം. റൈറ്റ്? വാട്ട് ഈസ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 ഈസ് -10 ആൻഡ് എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 4. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ഈ എക്സ് നോട്ട് ഇതാണോ കറക്റ്റ്? എക്സ് നോട്ട് 1 ആണോ കറക്റ്റ്? എക്സ് നോട്ട് 2 ആണോ എന്നാണ് കറക്റ്റ്. നമ്മൾ വി ഹാവ് ടു ചൂസ് എ വാല്യൂ that function value lies close to 0. നമുക്ക് ഏതാണ്? റൂട്ടിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ആ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കണം. ഏതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആണോ 0യ്ക്ക് അടുത്തിരിക്കുന്നത് ആ വാല്യൂ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നോക്കിക്കേ, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ -10 ആണ്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ആരാണ് 0യ്ക്ക് അടുത്ത് കിടക്കുന്നത്? 4 അല്ലേ 0യ്ക്ക് അടുത്ത് കിടക്കുന്നത്. അത് കാരണം സിൻസ് 4 ലൈസ് നിയറർ ടു 0, നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ് നോട്ടിനെ എന്തായിട്ട് എടുക്കുക? 2 ആയിട്ട് എടുക്കുക. ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. എക്സ് നോട്ട് എപ്പോഴും 2 എൻ പോയിന്റ് എടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സോ ഇൻ ദ ഫസ്റ്റ് കേസ് വി ടുക്ക് എക്സ് നോട്ട് ആസ് വാട്ട് ഈസ് ഇറ്റ്? 2. ഇനി നമുക്ക് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. പ്രോബ്ലം ജസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലം അങ്ങ് ചെയ്തു പോവുക. ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. So what is your Newton-Raphson formula? Newton-Raphson formula is xn plus 1 is equal to xn minus f of xn by f dash of xn. അപ്പോൾ നമുക്ക് എന്തുകൂടെ വേണം? f of x വേണം. What is f of x? f of x is x raised to 4 minus x minus 10. What is f dash of x? എല്ലാം എന്തൊക്കെ വേണോ അതെല്ലാം എടുത്ത് എഴുതിയിട്ട് നമ്മൾ പോവാം. f dash x is what? 4x cube minus 1. ഈ 2 കാര്യങ്ങൾ ഫോർമുലയിൽ ആവശ്യമാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഐട്രേഷൻ. ഓക്കെ, നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഐട്രേഷൻ. ഫസ്റ്റ് ഐട്രേഷൻ ഈസ് put n is equal to 0. We will get x1 is equal to x naught minus f of x naught divided by f dash of x naught. This is the first iteration. So x1. So നമ്മൾ x naught എത്രയാണ് എടുത്തിരിക്കുന്നത്? 2. Substitute it over here. You will get 2 minus f of 2 divided by f dash of 2. Substitute and you will get 1.871. Now you have got first approximation. X1 is equal to 1.871.
റൈറ്റ്. ഇനി അടുത്ത് നമുക്ക് ഏത് വേണം? സെക്കൻഡ് അപ്രോക്സിമേഷൻ വേണം. സെക്കൻഡ് അപ്രോക്സിമേഷൻ വേണമെങ്കിൽ നോക്കിക്കേ, എന്ത് കൊടുത്താൽ മതി? എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ എന്ത് വരും? x2 is equal to x1 minus f of x1 divided by f dash of x1. Correct? ആണല്ലോ. Okay, now we have got x1 is equal to, ഇനി അടുത്ത നമ്മൾ x2 കണ്ടുപിടിക്കാൻ പോവാണ്. What is x2? Second iteration. x2 is equal to, what is the formula? x1 minus f of x1 divided by f dash of x1, which is equal to 1.871 minus f of 1.871 divided by f dash of 1.871. Substitute and calculate using calculator, you will get 1.856. Okay, അപ്പോൾ x2 കിട്ടിയല്ലോ. what is x2? x2 is 8.856, right? ഇനി അടുത്ത എന്താണ്? third iteration. what is third iteration formula? ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമായിരിക്കും. what is third iteration? it is x3 is equal to what is it? x2 minus f of x2 divided by f dash of x2. substitute ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1.856 minus f of 1.856 divided by f dash of 1.856. substitute ചെയ്യുക, you will get 1.856. പിന്നെയും കിട്ടുന്നത് 1.856. നോക്കിക്കേ, അപ്പോൾ x2ഉം x3യും എന്ത് കിട്ടി? സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ എന്താ? നമ്മുടെ ഐട്രേഷൻ നമുക്ക് അവിടെ വെച്ച് നിർത്താം. therefore the root will be equal to 1.856. നോക്കിക്കേ, നമ്മൾ ഇത്രയും നാൾ പഠിച്ച പല മെത്തേഡുകളിൽ നിന്നും ഏറ്റവും എളുപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് ഏത് മെത്തേഡാണ്? ന്യൂട്ടൺ റാപ്സൺ മെത്തേഡാണ്. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ വി വിൽ ഡു. using Newton-Raphson method, find the solution of the equation അല്ലെങ്കിൽ root of the equation 3x is equal to cos x plus 1. what is the first step? f of x എന്നുള്ള ഫോർമാറ്റിൽ എഴുതണമല്ലോ. so f of x is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x minus cos x minus 1 is equal to 0. right? ഇനി എന്ത് ചെയ്യണം? ഇൻട്രവൽ എ ആൻഡ് ബി കണ്ടുപിടിക്കണമല്ലോ. സോ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇൻട്രവൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇൻട്രവൽ കണ്ടുപിടിക്കുമ്പോൾ എന്താ വരുന്നത്? എഫ് ഓഫ് 0 കൊടുക്കുക. എഫ് ഓഫ് 0 കൊടുക്കുമ്പോൾ -2 കിട്ടും. എഫ് ഓഫ് 1 കൊടുക്കുമ്പോൾ അപ്പോഴും ആലോചിച്ചുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വരുമ്പോൾ റേഡിയൻസിലേ ചെയ്യാവൂ. എഫ് ഓഫ് 1 കിട്ടി 1.4597. റൈറ്റ്? അപ്പോൾ റൂട്ട് ലൈ ബിറ്റ്വീൻ വാട്ട് ആൻഡ് വാട്ട്? 0 and 1 എന്ന് കിട്ടി. ഇനി നമുക്ക് x0 ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ എടുത്തല്ലെങ്കിൽ x0 എന്താണ്? ഒന്ന് 0 എടുക്കണം, അല്ലെങ്കിൽ എന്തെടുക്കണം? 1 എടുക്കണം. റൈറ്റ്? അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇപ്പോൾ എടുക്കാൻ പോകുന്നില്ല. ഇടയ്ക്കുള്ളൊരു വാല്യൂ വേറൊരു രീതി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. എന്തോന്ന് n വാല്യൂസ് തന്നെ എടുക്കണം. സോ ഇതിൻ്റെ അകത്തുള്ളൊരു വാല്യൂ നമ്മൾ എടുക്കാൻ പോവുകയാണ്. നോക്കിക്കോളാം. ദ റൂട്ട് ലൈസ് നിയറർ ടു 0 or 1. നോക്കിയേ, 0യ്ക്ക് അടുത്ത് കിടക്കുന്ന ആരാണ്? നോക്കിക്കേ, എഫ് ഓഫ് എക്സ് 0യ്ക്ക് അടുത്ത് കിടക്കുന്നത് ഇത് -2 ആണ്. ഇത് 1.4597. അപ്പോൾ നോക്കിക്കേ, ഈ വാല്യൂ ആണ് ആർക്കടുത്ത് കിടക്കുന്നത്? 0യ്ക്ക് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് റൂട്ട് എടുക്കുന്ന ആർക്കടുത്തായിട്ട് എടുക്കുക? 1-നായിട്ട് അടുത്തായിട്ട് എടുക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തു x0-നെ 0.6 ആയിട്ട് എടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. വി ടുക്ക് ഇറ്റ് ആസ് 0.6. 0.5 കഴിഞ്ഞിട്ട് അപ്പുറത്തെ പോയിന്റ് 0.6 ആയിട്ട് എടുത്തു. അങ്ങനെ എടുക്കണം എന്ന് യാതൊരു ആവശ്യമില്ല. 0.7 ഒക്കെ എടുക്കാം. 0.6 എടുത്തു. പക്ഷെ ആലോചിച്ചോളൂ, നമ്മുടെ വാല്യൂ ഏത് ഫംഗ്ഷൻ വാല്യൂ ആണോ 0യ്ക്ക് അടുത്ത് കിടക്കുന്ന അതിൻ്റെ അടുത്തുള്ളൊരു വാല്യൂ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നൗ we will do the problem. First iteration we have got. what is it? x0 as എത്രയാണ് എടുത്തത്? 0.6 എടുത്തു. therefore നമ്മുടെ പ്രോബ്ലം തുടങ്ങുമ്പോൾ f of x എഴുതണം. what is f of x? f of x is 3 minus cos x minus 1. അടുത്ത എന്ത് എഴുതണം? f dash x എഴുതണം. f dash x എന്താണ്? what is f dash x? it is 3 plus sin x.
ഇത് രണ്ടും കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് വേണം നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ now you have got f of x and f dash x. So first iteration പോവാണ്. What is the first iteration? xn x1 is equal to x0 minus f of x0 divided by f of f dash of x0. What is it? x0 is what? 0.6 minus 3x0 minus cos x0. What is x0? x0 ചെയ്തി പോലെ അല്ലേ? 3 into 0.6 minus cos of 0.6 minus 1 divided by f dash anal f dash is what? 3 plus sine of 0.6. Calculator substitute here. Now you will get the answer as 0.6071. You will get as 0.6071. ഇനി അടുത്ത x1 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത iteration-ലോട്ട് പോവാം. What is the next iteration? Next iteration x2. What is x2? x2 is equal to x1 minus f of x1 divided by f dash of x1. Right? x1 എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.6071. Right? Substitute ചെയ്യുക. 0.6071 minus what is f of x1? 3 into 0.6071 minus cos of 0.6071 minus 1 divided by 3 plus sine of 0.6071. When you substitute, and you will get the value as 0.6071 തന്നെ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ വീണ്ടും കിട്ടുന്നത് എന്താണ്? approximately it will be equal to 0.6071. 4 digits നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാണ്. therefore root is equal to what is it? 0.6071. See, അപ്പോൾ നമ്മൾ ചെയ്ത ഇത്രയും മെത്തേഡിൽ ബൈസെക്ഷൻ മെത്തേഡ് ആയാലും റെഗുലർ കോസി മെത്തേഡ് ഓൾമോസ്റ്റ് 7 approximations 10 to 11 approximations ചെയ്യേണ്ടി വന്നു. പക്ഷേ ന്യൂട്ടൺ റപ്സൺ മെത്തേഡാണ് കൺവേർജൻസ് വളരെ എളുപ്പം നമ്മുടെ റൂട്ടിലോട്ട് എത്തുന്നത്. I hope you understand the method, Newton-Raphson method. Thank you for listening.